ടു ടെക് പി എസ് സി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എക്സൽ ആണ്. എക്സൽ MS ഓഫീസ് അല്ലെ, MS ഓഫീസ് വേർഡ് ഉണ്ട്, പവർ പോയിന്റ് ഉണ്ട്, ആക്സസ് ഉണ്ട്, അതിന് വരുന്നത് എക്സൽ. നമുക്ക് എക്സൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് കണ്ടന്റ് ഉണ്ട്. അതായത് ഈ സിലബസിനകത്ത് വരുന്ന കുറച്ച് കണ്ടന്റ് ഉണ്ട് എക്സലിനകത്ത്. എന്തൊക്കെയാണ് എക്സലിനകത്ത്? നമുക്ക് ആഡിങ് ആൻഡ് റിമൂവിങ് എ വർക്ക് ബുക്ക് അല്ലെ, വർക്ക് ബുക്ക്, ആഡിങ് ആൻഡ് റിമൂവിങ് എ വർക്ക് ബുക്ക് ഉണ്ട്. ദെൻ റോസ് ആൻഡ് കോളംസ്, ഫോർമാറ്റിംഗ് സെൽസ് അല്ലെ. എക്സൽ എന്ന് പറയുന്നത് തന്നെ അല്ലെ സ്പ്രെഡ്ഷീറ്റ് വർക്ക്സ് ആണ് അല്ലെ, സ്പ്രെഡ്ഷീറ്റ് വർക്ക്സ്, സെൽസ് എല്ലാം സെൽസ് ആണ്. റോസ് ആൻഡ് കോളംസ്, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽസ്, കോളംസ് ഒക്കെ. അപ്പൊ ഇതിനകത്ത് ഡിഫറെന്റ് ഫങ്ഷൻസ് ഉണ്ട്, ഫോർമുലാസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് ഫങ്ഷൻസ്. അതുപോലെ ചാർട്ട് ഉണ്ട്, ടേബിൾസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നുണ്ട്, കണ്ടീഷണൽ ഫോർമാറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫോർമുലാസ് അല്ലെ, മൾട്ടിപ്പിൾ ആട്ടോ സം ഫോർമുലാസ് ഉണ്ട്, അതർ ഫോർമുലാസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻസേർട്ടിങ് ഡാറ്റ ആൻഡ് ടൈംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയോ, ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ വാലിഡേഷൻസ് അല്ലെ, വാലിഡേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ കുറെ ഷോർട്ട് കട്ട് കീസ്. അപ്പൊ ഇത്ര നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതില് ഫസ്റ്റ് നമുക്ക് എന്താണ് എക്സൽ എന്ന് നോക്കാം. എക്സല് നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഈ സ്റ്റോർ ആൻഡ് ഓർഗനൈസ് എ ഡാറ്റ അല്ലെ. എക്സൽ യൂസ് ചെയ്യുന്നത് സ്റ്റോർ ആൻഡ് ഓർഗനൈസ് എ ഡാറ്റ അല്ലെ, എങ്ങനെയല്ലേ ഇരിക്കുക. എക്സൽ സ്റ്റോർ ആൻഡ് ഓർഗനൈസ് എ ഡാറ്റ. ഒരു ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഇപ്പൊ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ്, എംപ്ലോയി ഡീറ്റെയിൽസ് അല്ലെ, അതുപോലെ എന്താണ് പർച്ചേസിന്റെ ഡീറ്റെയിൽസോ, ഇതുപോലെ ഇൻവോയ്സ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ആൻഡ് ഓർഗനൈസ് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. സ്റ്റോർ ആൻഡ് ഓർഗനൈസ് ഡാറ്റ. ഓക്കെ, ഇതിനകത്ത് അനലൈസ് ചെയ്യാൻ പറ്റും, ഡാറ്റ അനലൈസ് ചെയ്യാൻ പറ്റും അല്ലെ. ദെൻ അതുപോലെ റെപ്രസെന്റ് ഡാറ്റ ഗ്രാഫിക്കലി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ബാർ ഗ്രാഫ്സ്, ഹിസ്റ്റോഗ്രാംസ് ആൻഡ് സ്കാറ്റർ പ്ലോട്ട്സ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. നെക്സ്റ്റ് എക്സലിന്റെ ബേസ്. ഈ മൈക്രോസോഫ്റ്റ് എക്സൽ കൺസിസ്റ്റ് ഓഫ് വർക്ക് ബുക്ക് ആണ് അല്ലെ. മൈക്രോസോഫ്റ്റ് എക്സൽ കൺസിസ്റ്റ് ഓഫ് വർക്ക് ബുക്സ്. ഇനി ഈച്ച് വർക്ക് ബുക്സ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വർക്ക് ഷീറ്റ്. അതിനകത്ത് ഫുൾ വർക്ക് ഷീറ്റ് ആയിരിക്കും ആണല്ലോ. നമുക്ക് അതിന്റെ ഇമേജ് ഒക്കെ നമുക്ക് പരിചയപ്പെടാം. ദെൻ നെക്സ്റ്റ് ഇറ്റ് ഈസ് പോസിബിൾ നെയിം ആൻഡ് ഈച്ച് വർക്ക് ഓർഗനൈസ് യുവർ ഡാറ്റ അല്ലെ. നമ്മൾ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യാം, സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് എക്സൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് Excel spreadsheet organizes information, text and numbers. Excel, the data can be stored in the form of text and numbers by rows and columns. അല്ലെ, റോയും കോളവും ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്ന ഡാറ്റ എന്ത് ചെയ്യുന്ന അനാലിസിസ്. ഇതാണ് എക്സൽ. എക്സലിന് നമുക്കറിയാം 2000 അല്ലെ. മൈക്രോസോഫ്റ്റ് ഓഫീസ് തന്നെ 2010 ഉണ്ട്, 13 ഉണ്ട്, അതുപോലെ 16 ഉണ്ട്, 21 ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് 10ന്റെ ഇന്റർഫേസ് ആണ് വരുന്നത്. 10ന്റെ ഇന്റർഫേസ്. ഇതാണ് നമ്മുടെ ഒരു വിൻഡോ എന്ന് പറയുന്നത്. ഇതിനകത്ത് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇതിലെ എക്സൽ സ്പ്രെഡ്ഷീറ്റ് ഓർഗനൈസേഷൻ ഇൻഫർമേഷൻ ആണെന്ന് നമുക്ക് പഠിച്ചു അല്ലെ. ഇൻ ദ ഫോം ഓഫ് ടെക്സ്റ്റ് ആൻഡ് നമ്പേഴ്സ് ബൈ റോസ് ആൻഡ് കോളംസ്. ഇതെന്താണ് റോ? ഈ റോ എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. ഇതല്ലേ റോ? ഇതല്ല റോ, ഇങ്ങനെ ഇരിക്കുന്നല്ലേ റോ. ഇതാ ഡയറ കൊടുത്തിട്ടുണ്ട്, ഇതാണ് റോ, ഫസ്റ്റ് റോ. ഇതെന്താണ്? സെക്കൻഡ് റോ. ഇതാണ് അതിന്റെ ബേസ്. റോയും കോളം കറക്റ്റ് അറിയാൻ മാറിപ്പോകരുത്. അപ്പൊ ഇതാണ് റോ എന്ന് പറയുന്നത്. ഇത് ഈ കേസാണ് റോ എന്ന് പറയുന്നത്. ദിസ് ഈസ് റോ. റോസ് ആർ റെപ്രസെന്റഡ് നമ്പർ അലോങ് ദ സൈഡ് ആണോ, സൈഡ് ഓഫ് ദി ഷീറ്റ്. റോയ്ക്ക് നമ്പർ ഉണ്ട് 1 2 3. കോളം നമ്പർ എന്ന് പറയുന്നത് ലെറ്റർ ആണ് കേട്ടോ. കോളത്തിന്റെ നമ്പർ എന്ന് പറയുന്നത് ലെറ്റർ ആണ്. കോളം ലെറ്റേഴ്സ് ആയിരിക്കും, ക്യാരക്ടർ ABC എന്നങ്ങനെ പോകും. ഓക്കെ, ദെൻ ഈ റോയുടെ നമ്പർ എന്ന് പറയുന്നത് 1 2 3 ആണ്. 1 2 3 4 5 6 എന്ന് അങ്ങനെ പോകും കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ റോ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതാണ് റോ. ക്ലിയർ അല്ലേ? ഇതെല്ലാം നമുക്ക് പഠിക്കാം, ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ബേസിൽ നിന്ന് പോവാം എക്സലില്. ഇനി നെക്സ്റ്റ് കോളം നോക്കി. ഇതാണ് കോളം അല്ലെ. കോളം എങ്ങനെ ഇരിക്കും കേട്ടോ? ഏതാ? നേരെ താഴോട്ടിരിക്കും അല്ലെ, വെർട്ടിക്കൽ ഇതായിരിക്കും. ഇതാണ് കോളം. കോളം റെപ്രസെന്റ് ചെയ്യുന്ന ABCD എന്ന് പറഞ്ഞ് പോകും. അപ്പൊ ഇതാണ് കോളം അല്ലെ. ഇതാണ് കോളം, ഇതായിരിക്കും. ഇത് കോളം ഇങ്ങനെ താഴോട്ട് വരച്ചിട്ടുണ്ട്. ഇത് കോളമാണ് ആണോ. കോളംസ് റെപ്രസെന്റ് ബൈ ലെറ്റേഴ്സ് അക്രോസ് ദ ടോപ്പ് ഓഫ് ദി ഷീറ്റ്. ഓക്കെ, ക്ലിയർ. അപ്പൊ റോയും കോളവും ക്ലിയർ അല്ലേ? ഒരു എക്സലിനകത്ത് റോയും കോളവും ക്ലിയർ, ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെൽ എന്താണ്? ഇത് രണ്ടും ചേർന്നതല്ലേ സെല്ല് അല്ലെ. ആണോ, ഇതൊരു സെല്ല്. ഏതാ? ഇതൊരു സെല്ലാണ് ആണല്ലോ. ഏതൊരു സെല്ല്? ഇതൊരു സെല്ല്.
നെക്സ്റ്റ് ഒന്നുകൂടി ആ സെല്ല് ഒന്നുകൂടി ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് സെല്ല്, ഒരു സെല്ല്. അത് മാത്രമല്ല സെല്ല്, ഇതൊരു സെല്ല് അല്ലെ, ഇതൊരു സെല്ല്. റോയും കോളവും കൂടെ മിക്സ് ചെയ്യുന്ന അതാണ് എന്താണ് സെല്ലും നമ്മൾ പറയാറ്. സെല്ല് ഓക്കെ, അവിടെ എഴുതിയിട്ടുണ്ട്. സെല്ല് ഈസ് ദ ഇന്റർസെക്ഷൻസ് ബിറ്റ്വീൻ എ കോളം ആൻഡ് റോ. Intersection between and column and row. Each cell is named of the column letter and row number. ഓരോന്നിനും പേരുണ്ട് അല്ലെ. 1C അതേതായിരിക്കും? 1C ഇതല്ലേ 1C. എല്ലാം മായ്ച്ചിട്ട് പറഞ്ഞുതരാം, എല്ലാം മായ്ച്ചിട്ട് 1C. ഓരോന്നിനും ഓരോ സെല്ലിനും പേരുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ സെല്ലിന് പേരെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ 5C ഏതാ? 5C ഇത് കോളം, ഇത് റോയുടെ നമ്പർ, ഇത് റോ ആണ് കേട്ടോ. ഇത് റോയും ഈ സി എന്ന് പറയുന്ന കോളം ആയിരിക്കും, കോളം നമ്പറാണ്. അപ്പൊ 5C എന്ന് പറയുന്നത് 5 എന്ന കോളത്തിലെ അല്ലെ ഇതടക്കുന്നത്, ഇതല്ലേ 5C. ഇനി 2A 2 എന്ന റോ എടുത്ത് ഇതല്ലേ 2 എന്ന റോ, അതിൽ A എന്ന കോളം എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സെല്ലിന്റെ നെയിമിംഗ് വരുന്നത്. റോ നെയിം ഫസ്റ്റ്, കോളം നെയിം സെക്കൻഡ്. ഓക്കെ, റോ നെയിം ഫസ്റ്റ്, കോളം നെയിം സെക്കൻഡ്. ഈ മെത്തേഡിലാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ്, യെസ്, Excel allows some basis action. Excel allows some basis action which we have used for before other programs. അല്ലെ, ഒരു കുറെ ആക്ഷൻസ് എക്സലിനകത്തുണ്ട്. ഇനി കോപ്പി ആൻഡ് പേസ്റ്റ്, റോ, കോളം, സെല്ല് എക്സെട്ര. കോപ്പി ഉണ്ട്, പേസ്റ്റ് ഉണ്ട്, അതുപോലെ റോ, കോളം എക്സെട്ര, ഇതെല്ലാം നമുക്ക് കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻസേർട്ട് റോസ് ഉണ്ട്, ഇൻസേർട്ട് കോളംസ് ഉണ്ട്, അതുപോലെ ഡിലീറ്റ് റോ ഉണ്ട്, ഡിലീറ്റ് കോളംസ് ഉണ്ട്. ഓക്കെ, നമുക്ക് മാനുവൽ ആയിട്ട് ഒരു പേപ്പറിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതെല്ലാം ഇതിനകത്ത് ചെയ്യാം. ഒരു പേപ്പറിൽ നമ്മൾ കോളം റോസ് ഒക്കെ വരച്ച് വെച്ചിട്ട് അതിനകത്ത് നമ്മളൊരു ഷീറ്റ് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എഴുതുന്നു. അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, വെട്ടുന്നുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് എഴുതുന്നുണ്ട് അല്ലെ, ആ എല്ലാ ഡിസൈൻ അതിലുൾപ്പെടെ അതിലുപരിയായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. വളരെ ഫാസ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ സോർട്ട് ആൻഡ് ആൽഫബറ്റിക്സ് അല്ലെ, ആൽഫബറ്റിക്സ് നമുക്ക് അതിനെ മാറ്റാൻ പറ്റുമോ? ബുദ്ധിമുട്ടല്ലേ, കുറച്ച് ടൈം എടുക്കല്ലേ, റിസ്ക് അല്ലേ. ദെൻ ഈസി ടു കൺവേർട്ട് ദ ലെറ്റേഴ്സ് ആൽഫബറ്റിക്കലി, അതുപോലെ ന്യൂമറിക്കലി മാറ്റാം. പിന്നെ വരുന്ന ഓക്കെ, ക്രോണോളജിക്കലി മിക്സഡ്, രണ്ടും വരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ്, റോ എങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം? ഒരു റോ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻസേർട്ട് ചെയ്യാം. ആണോ, ഒരു റോ നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കി. ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ ഇൻസേർട്ട് എന്നൊരു മെനൂസ് ഉണ്ട് കേട്ടോ. അപ്പൊ മെനൂസ് നമുക്ക് ജസ്റ്റ് എന്തൊക്കെ മെനൂസ് എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. നമുക്ക് അതിനകത്ത് വരുന്നുണ്ട് ഏതൊക്കെ മെനൂസ് ആണ്. ഈ ഇമേജ് ഒന്ന് നോക്കി, ഈ ഇമേജ് നോക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്ന മെനൂസസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹോം, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഹോമിലാണ്. ഹോമിനകത്തുള്ള സബ് മെനൂസ് ആണ് ഈ നിൽക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്ന മെനു ബാർ എന്നാണ് കേട്ടോ. ഇത് മെനു ബാർ ആണ്. അപ്പൊ ഇതെല്ലാം മെനൂസ് ആണ്. ഓക്കെ, ഇൻസേർട്ട് ഉണ്ട്, പേജ് ലേഔട്ട് ഉണ്ട്, ഫോർമുല, ഡാറ്റ, റിവ്യൂ, വ്യൂ, ഇതെല്ലാം അതിനകത്തുണ്ട്. ഇതെല്ലാം മെനൂസ് ആണ്. ഇതില് ഹോം എടുക്കുമ്പോൾ അതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. കണ്ടോ, പേസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് മെത്തേഡ് പേസ്റ്റ് ചെയ്യുന്നത് അവിടെ ഉണ്ട് വരുന്നത്. അതുപോലെ ഫോണ്ട് കിടപ്പുണ്ട് കണ്ടോ, കാലിബറി, അവിടെ നമുക്ക് ഫോണ്ട് മാറ്റാം. ഫോണ്ടിന്റെ ഇത് ഫോണ്ടിന്റെ സൈസ് ഉണ്ട് കണ്ടോ, ഫോണ്ടിന്റെ സൈസ് ഉണ്ട്. നെക്സ്റ്റ് അതിനകത്ത് നോക്കിയേ, അലൈൻമെന്റ് ഉണ്ട്. അലൈൻമെന്റ് ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ലെഫ്റ്റ് ആണോ, ഇനി സെന്റർ ആണോ, അല്ലെങ്കിൽ റൈറ്റിൽ നിന്നാണോ എന്ന അലൈൻമെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്പറിങ് കൊടുക്കാൻ പറ്റും. സ്റ്റൈൽ ഉണ്ട്, സെല്ലുണ്ട്, സെല്ലിന്റെ ഡിസൈനിങ് ഉണ്ട്. അതുപോലെ ലെറ്റർ ബോൾഡ് ഉണ്ട് കേട്ടോ, ഇറ്റാലിക്സ് ഉണ്ട്, ചരിച്ചാണ് കൊടുക്കുന്നത്. ദെൻ അണ്ടർലൈൻ, അണ്ടർലൈൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഹലോ ആണ് നമ്മുടെ ഹെഡിങ്, ഹലോയിൽ അണ്ടർലൈൻ വേണോ, അണ്ടർലൈൻ കൊടുക്കാം. ദെൻ എ ഉണ്ട്, ഇത് ഫോർമാറ്റ്സ്, സൈസിനെ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആരോ ഈ എയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് എന്ത് ചെയ്യുന്ന ഇൻക്രീസ് ആവും. നമുക്കിപ്പോ സൈസ് ഇപ്പൊ ലെവലിലല്ല ലെവലിൽ നിൽക്കുമ്പോൾ നമ്മളിതാ ഈ ഒരു പൊസിഷനിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അടുത്തെന്താവും 14 ആവും, അടുത്ത് 16 ആവും, 18 ആവും, 20 ആവും. ഇനി ഈ ഒരു ലെറ്റർ ഈ ഒരു ഏരിയയിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അതെന്ത് ചെയ്യും, കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും, നമ്മുടെ ഫോണ്ട് സൈസ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ. ദെൻ നെക്സ്റ്റ് ഇതിലെ
ഇതിനകത്ത് നോക്കിയേ, അലൈൻമെന്റ്, നമ്പർ ഉണ്ട്, സ്റ്റൈൽ ഉണ്ട്, സെല്ലുണ്ട്. ഇനി ഇതിനകത്ത് ഈ ബേസിക് സെലക്ഷൻ ഉണ്ടോ, ഇതുണ്ടോ, ഇത് നമുക്ക് ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോളം ബോർഡർ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ബോർഡർ കൊടുക്കാം. ഇനി അത് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയ മാത്രം ഉണ്ടോ ഇങ്ങനെ മാത്രം കൊടുക്കാം. ഓക്കെ, അതായത് ഒരു സെക്ഷനിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടോ ഇങ്ങനെ മാത്രം വേണമെങ്കിൽ ബോർഡർ കൊടുക്കാം. ഡിസൈൻ ബോർഡർ കൊടുക്കാം. ഈ ബോർഡർ കൊടുക്കുന്നതിനാണ് ഈ ഒരു ആരോ കൊടുത്തത്. ദെൻ കളർ ഉണ്ടോ, ഒരു ബക്കറ്റ് ടൈപ്പ് ഉണ്ട്. അത് കളർ നമുക്ക് ആ കോളത്തിനകത്ത് അല്ലെങ്കിൽ സെല്ലിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, കളർ കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് എ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തുണ്ട്, ഓരോ പർട്ടിക്കുലർ ടെക്സ്റ്റിന്റെ കളറാണ്, ഓരോ പർട്ടിക്കുലർ ടെക്സ്റ്റ്. ഇപ്പൊ ഇവിടെ ഒരു ടെക്സ്റ്റ് നമ്മൾ ഹലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹലോയുടെ കളർ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഏരിയാസ്. ഹോമിനകത്ത് വരുന്നതാണ് ഇതെല്ലാം. ബാക്കി നമുക്ക് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാം. ഇൻസേർട്ടിനകത്ത് പോകുമ്പോഴത്തേക്ക് ഇൻസേർട്ടിനകത്ത് നമുക്ക് എന്തൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അതെല്ലാം വരും. ഇൻസേർട്ട് ഇമേജ് ഇൻസേർട്ട് ചെയ്യാം, അതുപോലെ എന്തുണ്ട് സ്ക്രീൻഷോട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇൻസേർട്ട് ചാർട്ട് ഉണ്ട്, അതുപോലെ ഷേപ്സ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. സർക്കിള് അങ്ങനെ വരുന്ന ഒരുപാട് സിമ്പിൾസ്, ഷേപ്സ്. പിന്നെ പേജിന്റെ ലേഔട്ട്, പേജ് ലേഔട്ട് എങ്ങനെ കൊടുക്കുന്നു എന്നതിനകത്ത് വരുന്നുണ്ട്. ഫോർമുലാസ് അല്ലെ, ഫോർമുലാസ് വരുന്നുണ്ട്. ഏതൊക്കെ മെത്തേഡ് ഒരുപാടുണ്ട്. സമ്മ്, ആവറേജ്, കൗണ്ട്, മിനിമം, മാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഫോർമുലാസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. ഡാറ്റാസ് ഉണ്ട്, ഡാറ്റയെ നമുക്ക് എങ്ങനെ അറേഞ്ച് ആക്സസ്, ഡാറ്റയിൽ വരുന്ന മോഡിഫിക്കേഷൻസ് മാനേജ്മെന്റ് ആണ് അവിടെ വരുന്ന ഡാറ്റാസ്. അതുപോലെ റിവ്യൂസ് ഉണ്ട്, അതിന്റെ വ്യൂസ് ഏത് മെത്തേഡ്. അതുപോലെ പിന്നെ വ്യൂസ് ഉണ്ട്, റിവ്യൂ ആൻഡ് വ്യൂസ് ഉണ്ട്, നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. റിവ്യൂ ആൻഡ് വ്യൂസ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു മെയിൻ. പിന്നെ അത് ഇവിടെ ഉണ്ടല്ലേ, എന്താണ് സെയിം അൺഡു റീഡ് ഉണ്ട് അല്ലെ, അൺഡു റീഡ്. ഇതൊരു ഷോർട്ട് ഫോം ആണ്, ഷോർട്ട് ഫോമിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സെല്ല്. അപ്പൊ സെല്ലിനകത്ത് നമുക്ക് പറഞ്ഞു നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എക്സലിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒരു ബേസിസ് ആയിട്ട് കാര്യങ്ങൾ ഇത് നമ്മൾ നോക്കി അല്ലെ, ആൽഫബറ്റ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സെല്ല് നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ഒരു റോ നമുക്ക് അല്ലെങ്കിൽ ഒരു കോളം ഇൻസേർട്ട് ചെയ്യണം. എങ്ങനെ ഇൻസേർട്ട് ചെയ്യും, നമുക്ക് ഇങ്ങനെ, ഇതാണ് നമ്മുടെ സെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ നിൽപ്പുണ്ട് അല്ലെ, ഇങ്ങനെ നിൽപ്പുണ്ട്. നമുക്ക് ഇതിനകത്ത് ഒരു റോ ഇൻസേർട്ട്, ഇതൊരു റോ ആണ്, ഒരു റോ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് എന്ന ടാബ് മെനു ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഇവിടെ ഉണ്ട്, വേണോ ഷിഫ്റ്റ് സെൽ റൈറ്റിൽ വേണോ, റൈറ്റിൽ വേണോ, ഇവിടെ വേണോ, ഷിഫ്റ്റ് സെല്ല് ഡൗൺ താഴെയാണോ വേണ്ടത്, എൻറ്റയർ റോ ഫുള്ള് വേണോ, എൻറ്റയർ കോളം വേണോ. അപ്പൊ ഏത് മെത്തേഡിൽ വേണമെങ്കിലും ഇൻസേർട്ടിനകത്ത് നമ്മളൊരു റോ ഇൻസേർട്ട് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻസ് എല്ലാം വരും, ഈ ഓപ്ഷൻസ് എല്ലാം വരും. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ റോ നമുക്ക് ഇൻസേർട്ട് ആവും. ഇതുപോലെയാണ് കോളം കേട്ടോ, കോളം നമുക്ക് ഇൻസേർട്ട്. അപ്പൊ ഇൻസേർട്ട് കമാൻഡ് ഓഫ് സെവറൽ ടെക്നിക്സ് ഉണ്ട്. ഇൻസേർട്ട് റോസ് ഉണ്ട്, അതിന്റെ കോളംസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് കേട്ടോ, ഡിലീറ്റ്. ഡിലീറ്റ് എന്ന് പറയുമ്പോൾ സെയിം ആണ്. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ ചോദിച്ചു അതുപോലെ മെത്തേഡ്സ് ഇതിലും ചോദിക്കും. ഓക്കെ, കണ്ടോ, ഡിലീറ്റിനകത്ത് എൻറ്റയർ കോളം അല്ലെങ്കിൽ റോ ഡിലീറ്റ് ചെയ്യണോ, പർട്ടിക്കുലർ സെല്ലാണോ അല്ലെങ്കിൽ പർട്ടിക്കുലർ കോളം ആണോ ഡിലീറ്റ് ചെയ്യേണ്ടതൊക്കെ ഇതിനകത്തുണ്ട്, ഓപ്ഷനകത്ത് ചോദിക്കും. ഓക്കെ, ഡിലീറ്റിംഗ് റോസ് ആൻഡ് കോളംസ്. ഡിലീറ്റിംഗ് കമാൻഡ്, നമ്മൾ കമാൻഡ് എന്നാണ് പറയുന്നത്. ആക്ഷൻ നടക്കുന്നതെല്ലാം കമാൻഡ് ആണ് അല്ലെ, ക്ലിക്ക്, അതുപോലെ ഇൻസേർട്ട്. ഓക്കെ, സെവറൽ ടെക്നിക്സ് റിമൂവ് ദ റോസ് ആൻഡ് കോളം. ഇത് കേട്ടോ, ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഷിഫ്റ്റ് സെൽ ലെഫ്റ്റ് ഡിലീറ്റ് ഓപ്ഷൻ ആണത്. സെൽ അപ്പ്, എൻറ്റയർ റോ ഉണ്ട്, ഫുൾ എല്ലാ റോയും നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ട്. എൻറ്റയർ കോളം ഉണ്ട്, അപ്പൊ ഇത് ഡിലീറ്റ് ആണ്. ഓക്കെ, ഇൻസേർട്ട് ഡിലീറ്റ്, അപ്പൊ അതിനകത്ത് വരുന്ന ടാഗാണ്. നെക്സ്റ്റ് ഫോമാറ്റിംഗ് എന്നുണ്ട്. ഫോമാറ്റിംഗിനകത്ത് നമ്മൾ നല്ല രീതിയിൽ നോക്കുക എന്തൊക്കെയാണ് ഫോമാറ്റിനകത്ത് നോക്കി കൊടുത്തിരിക്കുക. നോക്കി, ഫോമാറ്റിനകത്ത് ഫോമാറ്റ് എന്ന് പറയുന്നത് മെർജിങ് ഒരു ഫോമാറ്റ്സ് ആണ്. നമുക്ക് രണ്ട് സെല്ലുകൾ മെർജ് ചെയ്യണം അല്ലെ, മെർജിങ് ഒരു ഫോമാറ്റ് ആണ്. ഇപ്പൊ ഒരു സെല്ലുണ്ട്, ഇതൊരു സെല്ലുണ്ട്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ ആക്കണ്ടേ, ഇതല്ലേ മെർജ്. രണ്ട് റോയും കൂടി ഒരുമിച്ചാക്കും. ഇതുപോലെ കോളവും മെർജ് ഉണ്ട് അല്ലെ, രണ്ട് കോളം നമുക്ക് ഇത് ഇങ്ങനെ നിൽക്കുന്ന വെച്ചിരിക്കാം. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഇങ്ങനെ ആക്കാം. അപ്പൊ മെർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത് അല്ലെ. മെർജിങ് അലോ യൂസ് ടു കമ്പൈൻ അല്ലെ, കമ്പൈൻ ടു ഓർ മോർ അഡ്ജസെന്റ് സെല്ല്. ഓർക്കാണ് അഡ്ജസെന്റ് സെല്ലാണ് കേട്ടോ. ഇവിടെ അങ്ങ് കിടക്കുന്ന സെല്ല് ഇങ്ങ് കിടക്കുന്ന സെല്ലും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെർജ് ചെയ്യാൻ പറ്റില്ല. അഡ്ജസെന്റ് നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന സെല്ലുകൾ തമ്മിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മെർജ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ് the merge cell simply highlighted the cell be merged to select a merge option from the home menu. നമുക്കതിനെ സെലക്ട് ചെയ്യുക, എത്ര മെനു വേണോ, എത്ര സെല്ല് നമുക്ക് മെർജ് ചെയ്യണോ അതിനെല്ലാം നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ടോപ്പിൽ
എന്തുണ്ട് മെനൂസിൽ ക്ലിക്ക് ചെയ്ത് തന്നെ നമുക്ക് മാറ്റാം. ഇല്ല എങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവിടെ എന്തുണ്ട് ഓപ്ഷൻ ഡിസ്പ്ലേ ആയിട്ട് വരും. ഓക്കെ ആണോ? ക്യാൻ ആൾസോ ഫോർമാറ്റഡ്, ഇത് ഫോർമാറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് സെല്ലിനെ മോൾഡ് ആക്കാം, ഫോണ്ട് സൈസ് കൊടുക്കാം, ബോർഡർ കൊടുക്കാം അല്ലെ, ഇതെല്ലാം നമുക്ക് എന്തുണ്ട് ഇതിനകത്ത് ഓക്കെയാണ്. ഇതെല്ലാം നോക്കി ഫോർമാറ്റ് സെല്ല് ഡാറ്റ ടൈപ്സ് കൊടുത്തൂടെ. ഫോർമാറ്റ് സെല്ല് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്സ് ഒരു റോയുടെ അകത്ത് അല്ലെ ഒരു സെല്ലിനകത്ത് ഏത് ടൈപ്സ് ഓഫ് ഡാറ്റാസ്, ഇൻഡിജർ ആണോ ഇനി നമ്പർ ആണോ ഡാറ്റാസ്, ഏത് ടൈപ്പ് ആണോ ഡാറ്റ കൊടുക്കേണ്ടത് അതല്ല എന്തുണ്ട് ഇതിനകത്ത് നമുക്ക് ആക്സസിബിൾ ആണ്. കേട്ടോ, എക്സൽ ആൾസോ അലോസ് us to format cell their data types. ഡാറ്റ ടൈപ്സ് അതായത് നമ്മൾ ആ സെല്ലിനകത്ത് നമുക്ക് ഡാറ്റ ടൈപ്സ് കൊടുക്കാം അല്ലെ. ഇത് നമ്മളൊരു സെല്ല്, ഇതിനകത്ത് ഇപ്പൊ 23 എന്ന് കൊടുത്തു, ഇതെല്ലാം നമുക്ക് ഓരോ സെല്ലാണെന്ന് വെച്ചേക്കാം. 23 കൊടുത്തു, അപ്പൊ അതൊരു ടൈപ്പ് അല്ലേ, ഇൻഡിജർ നമ്പർ അല്ലേ, ഇൻഡിജർ ഡാറ്റ ടൈപ്സ്. അതുപോലെ അതിനകത്ത് തന്നെ നമുക്ക് എന്തുണ്ട് ക്യാരക്ടർ ആയിട്ട് വേണമെങ്കിൽ നമ്പേഴ്സ് അല്ലെ, ക്യാരക്ടർ ആയിട്ട് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം, അത് വേറൊരു ഡാറ്റ ടൈപ്സ് ആണ്. അപ്പൊ ഇതെല്ലാം ഫോർമാറ്റിംഗ് എന്ന കോൺസെപ്റ്റിൽ വരുന്നതാണ് കേട്ടോ. ഫോർമാറ്റിംഗ് സോർട്ട് ചെയ്യാൻ പറ്റും അല്ലെ, സോർട്ട് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാം, റൗണ്ട് ചെയ്യാം. ഇത് നോക്കി ഫോർമാറ്റ് സെല്ല് ഡാറ്റ ടൈപ്സ്, നമ്പർ സെലക്ഷൻ ഓഫ് ദി മെനൂസ്, സെലക്ട് നമ്പേഴ്സ്, അതിന് ഡ്രോപ്പ് ഡൗൺ മെനൂസ്, ഡീഫാൾട്ട് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഡീഫാൾട്ട് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള വേണമെങ്കിൽ ഡാറ്റ ടൈപ്സ് നമുക്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ടൈപ്സിനെ നമുക്ക് മാറ്റാം. ഇതുപോലെ നമ്പറിംഗ് കൊടുക്കുമ്പോൾ നമുക്കിപ്പോ ഈ 10.0000 ഇങ്ങനെയൊക്കെ ചിലപ്പോൾ വരാറുണ്ട് നമ്മളൊരു നമ്പർ കൊടുക്കുമ്പോൾ. ഇപ്പൊ ഇവിടെ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിന് സെറ്റിംഗ്സിൽ തന്നെ അതിനെ ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. ഫോർമാറ്റ് ചെയ്ത് നമുക്ക് 2 ഡിജിറ്റ് മതി അല്ലെങ്കിൽ ഡിജിറ്റ് വേണ്ട, ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഫോർമാറ്റ്സ് എന്ന ടാഗിനകത്ത് വരുന്ന കോൺസെപ്റ്റ്. ഇനി ഇവിടെ നോക്കി, ഇത് നോക്കി, ഇതൊരു എക്സല് നമ്മളിപ്പോ നോക്കിയ കേസ്. ഇതില് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത് നോക്കി, ഡാറ്റാസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റാസ് കിടപ്പുണ്ട് കേട്ടോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റാസ് ഉണ്ട് കേട്ടോ. ഓക്കെ, കോളം വിഡ്ത്ത് ഈസ് ഹൊറിസോണ്ടൽ, അതായത് നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് തന്നെ ഡാറ്റ ടൈപ്സ് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ കാര്യം, ഡാറ്റ ടൈപ്സ് നോക്കി, ഇത് കണ്ടോ പോയിന്റ് ഇല്ല, നമ്പർ ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് നമ്പർ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഡാറ്റ ടൈപ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് കമ്പ്യൂട്ടർ ഒന്ന് കളറും ലൈസർ എന്നൊക്കെ കിടപ്പുണ്ട്, അതായത് അത് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ ക്യാരക്ടേഴ്സ് ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. അതുപോലെ ഇൻഡിജർ നമ്പർ ഉണ്ട്, അതുപോലെ ഇൻഡിജർ നമ്പർ കഴിഞ്ഞിട്ട് എന്തുണ്ട് പോയിന്റ് നമ്പർ ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തുണ്ട് ഇതിനകത്തുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഈ കോളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നോക്കി ഈ കോളം നോക്കി, ഇത് കണ്ടോ ഇവിടെ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഈ ആരോ ഈ ഒരു ലൈൻ ഇല്ല, ഈ ലൈൻ നമ്മൾ കഴ്സർ വയ്ക്കുമ്പോഴത്തേക്ക്, കഴ്സർ അറിയാലോ എന്താണ് കഴ്സർ, മൗസ് പോയിന്റർ വയ്ക്കുമ്പോഴത്തേക്ക് അവിടെ അല്ലെ ഇങ്ങനെ ലൈൻ നിൽക്കും. കഴ്സർ ഇവിടെ വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഒരുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, എല്ലാ കോളം ഒരുപോലെ അഡ്ജസ്റ്റ് ചെയ്യണം. അവിടെ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് റോ ഹൈറ്റ് കോളം ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. റോ ഹൈറ്റ് കോളം ഹൈറ്റ് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്തല്ല, ഈ സൈഡിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റോ ഹൈറ്റ് കോളം ഹൈറ്റ് എന്നൊരു ഓപ്ഷൻ വരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 30 px സെന്റിമീറ്ററിലോ എത്രയാണോ വേണ്ടതെന്ന് ഫുള്ള് നമ്മൾ കൊടുക്കുക. ഇനി നമുക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള കോളമാണോ വേണ്ടതെങ്കിൽ, അതായത് പർട്ടിക്കുലർ ആയിട്ട് കോളത്തിന് നമ്മൾ സൈസ് കൊടുക്കുക, റോയ്ക്ക് സൈസ് കൊടുക്കണമെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്യുക അല്ലെ, ഇത്രയും മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് അതിന് സൈസ് കൊടുക്കുക. അതായത് സൈസ് സെലക്ട് ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് ഇങ്ങനെ മാത്രം സെലക്ട് ചെയ്യരുത്. എങ്ങനെ സെലക്ട് ചെയ്യണം, ഇവിടെ നിന്നേ സെലക്ട് ചെയ്യുക കേട്ടോ. എങ്ങനെ സെലക്ട് ചെയ്യും, ഇവിടെ നിന്നേ സെലക്ട് ചെയ്യുക. ഇങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് ഇത് മാത്രം ഇങ്ങനെ കൊടുക്കണം കേട്ടോ, ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഈ നമ്പർ കൂടെ വരണം. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഹൈറ്റ് നമുക്ക് കൊടുക്കാം, റോ ഹൈറ്റ് കോളം ഹൈറ്റ് കൊടുക്കാം. റോ ഹൈറ്റ് എത്രയാണോ വേണ്ടത് അപ്പൊ അത് ഒരുമിച്ച് വരും. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരുമിച്ച് കൊടുക്കണമെങ്കിൽ ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈറ്റ് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ കോളം വിഡ്ത്ത് ഹൊറിസോണ്ടൽ ആണോ വെർട്ടിക്കൽ ആണോ എങ്ങനെയാണോ നമുക്ക് വേണ്ടത്, കോളം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈസി ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിന്റെ നെക്സ്റ്റ്